ഇതെന്താ ഈ സാരിയുടെ അടുത്ത് നിന്ന് കാണിക്കണമെന്ന് വിചാരിക്കില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ അങ്ങനെ അധികമൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ള ഒരു സാരി കളക്ഷൻസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ നാൾ മുതൽ വിചാരിക്കുന്നതാണ് സാരി കളക്ഷൻസ് ഒന്ന് കാണിക്കണം എന്നുള്ളത്. അതിന് മാത്രം കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 5 മാസമേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബ് ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, എന്തെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഞാനും യൂട്യൂബിനനുസരിച്ച് ഞാനും ഡൗണായി. അപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നാത്ത വിധം തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ ശരി, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എന്തപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുക. അപ്പോൾ ശരി, ഇത് കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതൽ ആഗ്രഹിക്കുന്നതായിരുന്നു ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഇന്ന് അത് ചെയ്യാം, ഇന്ന് കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ശരി, ഇന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛായിട്ട് ഇറങ്ങിയാറുണ്ട്. അപ്പോൾ സാരീസ് എന്നൊക്കെ പറയാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സാരി എന്നൊക്കെ പറയാം. കൂടുതലും ഞാൻ ഇത് താഴെ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ, കുർത്തീസൊക്കെയാണ്. ഇതൊക്കെയാണ് കുറച്ചൊരു പട്ട് ടൈപ്പൊക്കെ വരുന്നത്. ഇത് ഈ ഒരു സെക്ഷനൊക്കെ വരുന്നത് മൊത്തം ഇങ്ങനത്തെ സിമ്പിൾ സാരീസ്, ജോർജറ്റ്, ഷിഫോൺ, ആ ഒരു ടൈപ്പ് സാരികളാണ്. ഒന്നും ഞാൻ നേരെ അടുക്കി പെറുക്കി വെച്ചിട്ടില്ല, പെട്ടെന്ന് രാവിലെ തീരുമാനിച്ചതുകൊണ്ട് ഓരോന്നും എടുത്ത് കാണിക്കാം. നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ഒന്നും നേരെ അടുക്കാൻ പറ്റിയില്ല കേട്ടോ. അല്ല, ഇവിടെയൊക്കെ എപ്പോഴും അടുക്കി തന്നെയാണ്, എന്നാലും ചില സമയത്ത് ഈ അടിയിൽ നിന്നൊക്കെ ഒരു വലിച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇതാവും. അപ്പോൾ ഞാൻ കുറച്ചായി കാണിക്കാം. അപ്പോൾ ഈ ലോങ് വീഡിയോ ചെയ്തതുകൊണ്ട് ഗുണങ്ങൾ രണ്ടാണ്. വീഡിയോ ചെയ്തതുപോലെയായി എനിക്ക് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇവിടേക്ക് ഒന്ന് നീറ്റാക്കി വെക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന സാരികളൊക്കെ സിമ്പിൾ സാരീസാണ്. അതായത് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഷിഫോൺ, ജോർജറ്റ്, ആ ടൈപ്പ് സാരിയുടെ ഉണ്ട് എപ്പോൾ കാണിക്കുന്നത്. ഞാൻ തന്നെ തേടാണ് എവിടേക്കാണ്. കുറച്ച് ഇവിടെയും ഹാങ്ങറിലുണ്ട്, കുറച്ച് ഇവിടേക്ക് ഇട്ട്. അപ്പം ഞാൻ തന്നെ മൊത്തം തേടുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കാണിക്കാനായിട്ട് പറയുകയാണെങ്കിൽ ഇതാ, അയ്യോ, ഞാൻ ഇവിടെ നിന്ന് എല്ലാം കൂടെ എടുത്തപ്പോൾ ഞാൻ തമ്മിലിൽ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. മൊത്തം എല്ലാം കൂടെ കുളമായി. ഇങ്ങനെ പിടിച്ചിട്ട് തമ്മിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എടുത്തതാണ്. എല്ലാം സാരി എല്ലാം കുഴഞ്ഞു പോയി. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ സാരീസിന് തുടങ്ങാം കേട്ടോ. ഈ ഒരു സാരി ഒരുപാട് പേർക്ക്, എന്നെ അറിയുന്ന ഒരുപാട് പേർക്കെങ്കിലും അറിയാൻ പറ്റും. റീൽസിലൊക്കെ ഞാൻ ഈ ഒരു സാരിയിൽ ഒരു 20-30 റീൽസൊക്കെ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഈ സാരി അത്രയ്ക്ക് ഇഷ്ടമാണ്. കണ്ടില്ലേ, കുഴഞ്ഞു പോണ ഒരു ടൈപ്പ് സാരിയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉടുക്കാനും ഈസിയാണ്, പെട്ടെന്ന് ഉടുക്കാൻ പറ്റും. പിന്നെ നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും. 1 ഫ്ലീറ്റ് എങ്ങനെ, ഇപ്പോൾ സിംഗിൾ ഫ്ലീറ്റ് ആണെങ്കിലും നന്നായിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് സാരികളാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ, പിന്നെ അതേപോലെ തന്നെയാണ് ഇതും. ഇതെനിക്ക് അമ്മയുടെ സാരിയാണ് കേട്ടോ. അത് അമ്മയുടെ സാരി എടുത്തിട്ട് വന്നതാണ്. ഇതും അതുപോലെ തന്നെ കുറേ റീൽ ചെയ്തതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് സാരികളാണ് ഞാൻ കൂടുതലായിട്ടും എടുക്കാറുള്ളത്. വീഡിയോസിനാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെയാണ് എടുക്കാറുള്ളൂ. ഇതും അതുപോലെ തന്നെ. ഇതും ഭയങ്കര ജോർജറ്റ് ഷിഫോണോ അങ്ങനെ വരും. ഇത് നല്ല, ഇങ്ങനെ ഇതിൻ്റെ കൂടെ സ്ലീവ്ലെസ് ബ്ലൗസ് ബ്ലാക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, സൂപ്പറായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇടയ്ക്ക് മേടിച്ചതാണ്. ഇതിൻ്റെ കളറ് സൂപ്പർ കളറാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ബ്ലൗസ് വന്നിട്ട് റെഡ് ഇടാം, ഗ്രീൻ ഇടാം, ബ്ലാക്ക് ഇടാം, ഓറഞ്ച് ഇടാം, വൈറ്റ് ഇടാം, ഏത് കളർ വേണമെങ്കിൽ ബ്ലൗസ് ഇടാം. എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലാക്ക് ഇട്ട് നോക്കി, എനിക്ക് ഓറഞ്ച് ബ്ലൗസ് ഇടുമ്പോൾ നന്നായിട്ട് ഇഷ്ടമായി, കുറച്ചുകൂടെ അത് നല്ലതെന്ന് തോന്നും. അപ്പോൾ ഓറഞ്ച് ബ്ലൗസിൻ്റെ കൂടെ ഇടുമ്പോൾ നന്നായിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഗുരുവായൂർ വീഡിയോ അത് എനിക്ക് കുറച്ച് റീച്ച് കിട്ടിയതാണ്. അതിന് ഈ സാരി ആയിരുന്നു. അപ്പോൾ നമുക്കിത് ഫുൾ ബോഡി വരുന്നത് ഇതാണ് കേട്ടോ. ഞാൻ ഈ ഒരു സാരി മാത്രമാണ് നിവർത്തി കാണിക്കുന്നത്. ബാക്കിയെല്ലാം അങ്ങനെയാണ്. ഇത് ഒരു ഡബിളായിട്ട് ഉടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നിവർത്തുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ആയതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഇങ്ങനെ ഉടുക്കുന്ന സമയത്ത് ഫുള്ള് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഈ വർക്കിൽ വരുന്നുണ്ട്, വൈറ്റും അങ്ങനെ ഒരു ലീഫ് പോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചുടുക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ 2 രീതിയിലും ഉടുത്ത് നോക്കി, രണ്ടും നന്നായിട്ടുണ്ട്. അതായത് ഇങ്ങനെ തല തിരിച്ചിങ്ങനെ ഉടുക്കുമല്ലോ, അങ്ങനെ ഉടുക്കുമ്പോൾ ഇങ്ങനെ വരും. സാധാരണ രീതിയിൽ ഉടുക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ
ഈ വർക്ക് ഫുള്ള് ഫ്രണ്ടിൽ വരും. അപ്പം ഇത് കാണും കേട്ടോ, ബോർഡർ കാണും. ഇങ്ങനെ കൊടുക്കാം. രണ്ടും നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് ബ്ലൗസൊക്കെ എടുത്ത് കാണിക്കാനായിട്ട് ഇങ്ങനെ ഈ ബ്ലാക്ക് പ്ലെയിൻ ആവുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെ. അപ്പം ഈ സാരി താഴെ ഇടാട്ടോ, അത് നന്നായി മടക്കണമല്ലോ. അതുപോലെ കുറേ പഴയ സാരിയാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഷിഫോൺ അല്ലാന്ന് തോന്നുന്നു. ഇത് കുറച്ചൊരു റഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് കേട്ടോ. കുറേ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിച്ചിട്ടൊരു 10 വർഷം മേലേക്കായില്ലേ? അത് കുറേ ആയില്ലേ? കുറേ ആയി തോന്നുന്നു. പിന്നെ ഈ 2 സാരി ഞാനിപ്പോൾ അവസാനം ലോങ് വീഡിയോസിൽ ഒരു ഹോം ടൂർ ചെയ്തതിൽ ഈ സാരി, പിന്നെ അവസാനത്തെ എൻ്റെ ലോങ് വീഡിയോയിലും ഇത് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പോയിട്ട് മേടിച്ചിട്ടതാണ്. കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അത് കുറച്ച് നൂർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് അത്രയേ ഉള്ളൂ. പിന്നെ ഏതാ ഇതൊക്കെ പിന്നെ കുറേ കാലങ്ങളായി. ഇത് വന്നിട്ട് 10 വർഷമല്ല, കുറേ വർഷങ്ങളായി തോന്നും ഈ ഒരു സാരി. നല്ല ഇതിൻ്റെ ബ്ലൗസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ കുറേ ബ്ലൗസുകളെല്ലാം കുട്ടിക്കുപ്പായി ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൗസ് എന്ന് പറഞ്ഞപ്പോഴാണല്ലോ, ഇതെൻ്റെ കല്യാണ സാരി ഇല്ല കേട്ടോ. കല്യാണ സാരി കുട്ടിക്കുപ്പായെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ബ്ലൗസ് എടുത്തതാണ്. ഇത് കൈ പോലും കയറില്ല, കാരണം കല്യാണ സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു, കോലായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ബ്ലൗസ് ആദ്യമോ കുട്ടികൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ എന്തിനെങ്കിലും എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാണ്. ഇത്രയും വർഷമായിട്ട് നോക്കൂ, ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ. അത് സ്റ്റോണൊന്നും പോയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാരി ഭയങ്കര വെയിറ്റാണ്. ഈ ഇടയ്ക്ക് ഞാൻ അമ്മയുടെ മോൻ്റെ കല്യാണത്തിന് ഈ സാരി ആയിരുന്നു കൊടുത്തത്. കല്യാണ ദിവസം കൊടുത്തതിന് ശേഷം പിന്നെ അവൻ്റെ കല്യാണത്തിനായിരുന്നു ഞാൻ കൊടുത്തത്. ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് താങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇവിടെ പിൻ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര ഇവിടെ ഫുൾ സ്റ്റോൺ ആയിരുന്നു. പിന്നെ അതും പോരാഞ്ഞിട്ട് ഉടുത്ത് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര വെയിറ്റാണ് സാരി, ഫുൾ സ്റ്റോൺ ആയതുകൊണ്ട്. അപ്പോൾ സാരി ഞാനത് കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഇവിടെ കുറച്ച് കാലം എന്താ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം വന്ന സമയത്ത് ഞാൻ അവിടുന്ന് ഏറ്റുപിടിച്ച് കൊണ്ടുപോയി. പിന്നെ അമ്മ പറഞ്ഞു ഇത് ഭയങ്കര വെയിറ്റാണ്, നീ ഇവിടെ വെച്ചിട്ട് പോകും, എന്തായാലും ഉടുക്കാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ വെച്ചിട്ട് വന്നു കേട്ടോ. കല്യാണ സാരി ഇപ്പോഴും ഒരു കേടുമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിക്കുപ്പായി എന്ന് പറയാൻ കാരണം ഈ സാരിയുടെ ബ്ലൗസും അതുപോലെ എനിക്ക് ടൈറ്റാണ്, ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ സാരികളുടെ ബ്ലൗസൊന്നും ഒരുപാട് പഴയ സാരികളുടെ ഒന്നും ബ്ലൗസ് നമുക്ക് സെറ്റാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യറിയോ, എല്ലാത്തിനും ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത സാരി ഇപ്പം ഈ സാരി കാണിച്ച പോലെ തന്നെയാണ്. ഈ സാരി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരു സിമ്പിൾ സാരി. ഇതും റീൽസിലൊക്കെ കണ്ട് മടുത്തിരിക്കും എല്ലാവരും. ഇതിലടിയിൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റോണൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിൾ സാരി തന്നെയാണ്. സ്റ്റോൺ ഇതാണ്ടില്ലേ, ഇങ്ങനെ മുത്ത് പോലെ. ഞാൻ മറിച്ച് മടക്കിയത് കാരണം അയ്യോ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കാല് കടിക്കുന്നുണ്ട്. ഇതിലിങ്ങനെ കുഞ്ഞു മുത്ത് പോലെ വരുന്നുണ്ട്. ഫുൾ ബോഡി അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ബ്ലൗസൊക്കെ ബ്ലാക്ക്, ഇതിനങ്ങനെ വിത്ത് ബ്ലൗസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ബ്ലാക്കോ വൈറ്റോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഓരോ സാരികളൊക്കെ ഈ സാരിയൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ ഇൻസ്റ്റയിൽ നിന്ന്. ഇത് ഗിഫ്റ്റ് വന്നതാണ്, ഇത് ഗിഫ്റ്റ് വന്നതാണ്, ഇതും ഗിഫ്റ്റ് വന്നതാണ്. ഇത് നല്ല സാരി. ഇതും പറയേണ്ട കാര്യമില്ല, റീൽസിലൊക്കെ കണ്ട് പഠിത്തതായിരിക്കും. കുറേ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് സാരി തന്നെ കുറേ ഉണ്ട് കേട്ടോ. ഫുൾ പ്ലെയിൻ ആണ്, അതിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ബോർഡറോ ഒന്നുമില്ല. ഇതിങ്ങനെ വരുന്ന സാരി, ഇത് ഗിഫ്റ്റ് തന്നെയാണ്. മുൾമുൾ സാരിയാണ്. ഇത് മുൾമുൾ ഇതൊക്കെ മുൾമുൾ സാരിയാണ് കേട്ടോ. ഇതും നല്ല രസമാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് സാരി ഉടുക്കണമെന്ന് പറഞ്ഞാൽ ഉടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനല്ല. അങ്ങനെ ഇതും നമുക്ക് ഗിഫ്റ്റ്. അങ്ങനെ 3 സാരി ഗിഫ്റ്റാണ്. ഇത് വന്നിട്ട് ഒരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ഒരു മൾട്ടി കളർ പോലെ. ഇതിന് ബ്ലൗസ് ഇല്ല, ഞാൻ ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബ്ലാക്ക് ഇടാം, മെറൂൺ വാങ്ങിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം, വൈറ്റ് ഇടാം. ബ്ലാക്കാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ റീൽസിലൊക്കെ കുറേ ഇട്ടതാണ്. യൂട്യൂബ് ചാനൽ അങ്ങനെ സാരി കൊടുത്തിട്ടില്ല, കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സാരികൾ. അപ്പോൾ കൂടുതലും ഇപ്പം എനിക്ക് ഈ മുൾമുൾ സാരിയും ഇങ്ങനത്തെ ഷിഫോൺ ജോർജറ്റ് സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇങ്ങനെ ഗോൾഡൻ ബോർഡറൊക്കെ വരുമ്പോൾ ഇത് ഞാൻ ഒരു 2 പ്രാവശ്യം മറ്റും കൊടുത്തിട്ടുള്ളൂ. സാരി നല്ല തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ അത്ര വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ വല്ല തടിച്ചു പോലെ ഉണ്ടാവും, കൊന്ത പോലെ നിൽക്കും. അതുകൊണ്ട് ഉടുക്കുമ്പോൾ അത്ര നീറ്റായി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സാരി അങ്ങനെ ഉടുക്കാറില്ല.
പിന്നെ ഇത് ഈ സാരി ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിൽ ഒരു വൈറ്റ് പോലെ, റെഡോ ഇങ്ങനത്തെ ബ്ലൂ അല്ല, ഓറഞ്ചാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ ഈ സാരി അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് ഷിഫോൺ. ഇത് ഞാൻ ഓൺലൈനിൽ, ഇത് മീഷോ ഒന്നുമില്ല വാങ്ങിച്ചത്. ഇത് അത്ര വിലയൊന്നുമില്ല കേട്ടോ, വില കുറവാണ്. ഇത് നല്ല രസമാണ് കേട്ടോ, ഉടുക്കുമ്പോൾ നല്ല രസമാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉടുക്കാം, പെട്ടെന്ന് പുറത്ത് പോകണം ചിലക്കാണെച്ചാൽ ഉടുക്കാം. ബ്ലൗസ് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം, എല്ലാ കളറും ഉണ്ട്. അങ്ങനെ നന്നായിട്ടുണ്ട് അല്ലേ. പെട്ടെന്ന് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളിയാഴ്ചകളിലൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് സാരി ഉടുക്കണം തോന്നിയാൽ ഈ സാരിയാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരാറുള്ളത്. കുറേ നേരം അങ്ങനെ നിന്നിട്ട് എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്. ഈ സാരിയിലും ഞാൻ ഷോർട്ട്സും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് വിത്ത് ബ്ലൗസ് ഗ്രീനും വൈറ്റും ആയിട്ട്, അത് ഞാൻ പഫ് സ്ലീവായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. സാരി സൂപ്പർ സാരിയാണ്. പിന്നെ അടുത്തത് ഇത് ഞാൻ കുറേ ആയി വാങ്ങിച്ചിട്ട്, ഏതോ ഒരു എപ്പോഴോ ഒരു 3-4 വർഷം മുമ്പിൽ ഒരു ദീപാവലിക്ക് വാങ്ങിച്ചതാണോ, ദീപാവലിക്ക് വാങ്ങിച്ച സാരിയാണ്. ഇത് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് ഈ സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ബ്ലാക്കും അതിൽ സീക്വൻസ് വർക്ക് വരുന്നതാണ്, ബ്ലാക്കിൽ വൈറ്റ് സീക്വൻസ് ആയിട്ടുള്ളത്. കുറേ പേര് ഉടുത്ത് കണ്ട് മൊത്തം എനിക്ക് എന്താ ഈ സാരി ഉടുക്കാൻ തന്നെ മടിയായി. കാരണം എവിടെ നോക്കിയാൽ ഒരു സമയത്ത് ഇൻസ്റ്റ തുറന്ന ഫുള്ള് ഈ സാരിയും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൗസേ ഉള്ളൂ. അപ്പോൾ കണ്ട് എനിക്ക് തന്നെ അയ്യോ ഒരുപാട് പേര് ഉടുക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ സാരി ഉടുക്കാതെയായി. ഇനി അടുത്ത വീഡിയോയിൽ ഈ സാരി ഉടുക്കണം. പിന്നെ അടുത്ത് എടുത്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. ഗായ്സ് അത് എൻ്റെയാണ് കേട്ടോ. ആദ്യക്ക് സ്കൂളിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നല്ല കളർ. ഇത് എന്താ ഇത് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റാണല്ലേ, മുൾമുള്ളാണോ ഉണ്ട്. ഭയങ്കര സോഫ്റ്റ്. ഇത് കണ്ടില്ലേ, നെറ്റ് പോലെയുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലതാണ്. ഇത് വന്നിട്ട് ബ്രൗൺ സ്ലീവ്ലെസ്, ബ്രൗണും ഇതൊരു ബ്രോൺസ് മിക്സ് ആണ് കേട്ടോ. നന്നായിട്ടില്ലേ കാണാൻ. നമ്മൾക്ക് ഈ വെയിലത്തൊക്കെ പോയി നിൽക്കുമ്പോഴേ നല്ല പളവളവളാട്ടോ. ഈ സാരി ഞാൻ നാട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇത് വിലയുണ്ട്, ഇത് കുറച്ച് വിലയുള്ള സാരിയാണ്. പിന്നെ ഇത് എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഇങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ, കാല് കഴിക്കുന്നുണ്ട്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്, കഴിഞ്ഞ ക്രിസ്മസിനാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ, December 25th. അപ്പോൾ അന്ന് മേടിച്ച സാരിയാണ്. ഇത് നല്ല സാരി. ഞാൻ ഏതിലറിയാം മേടിച്ചത്, മിൻട്രയിൽ മേടിച്ചതാവുന്നു കേട്ടോ. നല്ല സാരിയായിരുന്നു ഇത്. ഇത് കുറച്ച് വിലയുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു കളറാണ് വരുന്നത്, ഈ ഒരു കളർ പിങ്ക്. ഇത് നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് കേട്ടോ. 1 പ്ലീറ്റൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും. പിന്നെ ഇത് ഇത് കുറേ മുമ്പ് മേടിച്ചതാണ്. കാഞ്ചീപുരം പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ അത്. കാഞ്ചീപുരം എന്ന് പറഞ്ഞപ്പോഴാണ്, കാഞ്ചീപുരത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ സാരികൾ. ഇതും ഇപ്പോൾ ഒരു സാരിയും കൂടി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ 3 സാരി ഞാൻ കാഞ്ചീപുരത്ത്, ഇതല്ല കേട്ടോ. ഇത് ഞാൻ കുറേ ഇല്ല. എന്നാൽ പിന്നെ ഈ സാരിയെ കുറിച്ച് പറയാം. ഇതൊക്കെ കുറേ ആയിട്ട് മേടിച്ചിട്ട്, ഈ സാരിയും ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് ഉടുത്ത് കണ്ട സാരിയാണ്. ഇത് ഞാൻ അങ്ങനെ ഉടുക്കാറില്ല, കുറേ ആയിട്ട് ഇത് ഉടുക്കുന്നില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, ഇഷ്ടമാണ്, എന്തോ ഉടുക്കണില്ല, ഇനി ഉടുക്കണം. അപ്പോൾ കാഞ്ചീപുരത്ത് നിന്ന് നമ്മൾ മേടിച്ച സാരികൾ ഇതിൽ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്, ബോർഡർ. ഇത് നല്ല സാരിയാണ് കേട്ടോ. ഇതിന് കാഞ്ചീപുരത്തിൻ്റെ സാരി ഞാൻ വിചാരിച്ചു കാഞ്ചീപുരം പോകുന്ന സമയത്ത് നല്ല ചീപ്പായിട്ട് സാരി കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, നല്ല വിലയുണ്ടായിരുന്നു. ഈ സാരിക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു, ഈ 3 സാരിക്കും. ഇതൊക്കെ ഉടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ ഫ്ലീറ്റ് ഇടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ നിൽക്കും. പ്ലീറ്റ്സൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ നല്ല ഒതുങ്ങി നിൽക്കും ഈ സാരി. അപ്പം ഈ സാരികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി കുറച്ച് സാരികളേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് അങ്ങോട്ട് വെക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ വെക്കട്ടെ. എല്ലാം ഇനി നേരെ നല്ല രീതിക്ക് മടക്കിയിട്ട് വേണം വെക്കാൻ. അപ്പം ഇത്രയും സാരികളുടെ ഒക്കെ ഇനി കുറച്ചുകൂടെ സാരികളുണ്ട്. ഇതൊക്കെ ഉടുക്കാത്ത സാരികളാണ് കേട്ടോ. ഇനി
ഉടുക്കാത്ത കുറേ സാരികൾ. ഉടുക്കാത്ത സാരികൾ എന്ന് പറയുമ്പോൾ മൊത്തം കോട്ടൺ ടൈപ്പ് സാരികളാണ്. ഇതൊന്നും ഞാൻ ഉടുക്കാറില്ല. ഒരു മിനിറ്റ് ചെയർ എടുക്കട്ടെ കേട്ടോ, കാല് വേദനിക്കുന്നു. ഗായ്സ് അമ്മ ചെയർ എടുത്തിട്ട് വരുന്നു. ഹായ്. കുറേ നേരം ഇതിട്ട് കാല് വേദന. ഇത് വന്നിട്ട് ഈ സാരി ഒരു 12 വർഷമൊക്കെ ആവും. ഇപ്പോഴും ഈ സാരി നന്നായിട്ടുണ്ട് കേട്ടോ. ഫുൾ കോട്ടൺ ആണ് തോന്നുന്നത്. ഉടുക്കാൻ കുറച്ച് പടഞ്ഞാണ്, പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിൽക്കും, ഒതുങ്ങി നിന്നോളും. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴോ അയ്യോ ഈ സാരി ഉടുക്കണം, ആ സാരി ഉടുക്കണം, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ സാരി ഉടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. സാരിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കണ്ടില്ലേ, ബോർഡറൊക്കെ ഇപ്പോഴും നല്ല രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെ കളർ ഫെയ്ഡായിട്ടൊന്നുമില്ല. ഉടുക്കാത്ത സാരി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതൊന്നും ഞാൻ ഉടുക്കുക. ഇത് ഉടുക്കാറുണ്ട്, ഈ സാരി ഉടുക്കാറുണ്ട്. ഇതിൻ്റെ ബ്ലൗസും ഇങ്ങനെ തന്നെയാണ് ബോർഡർ വരുന്നത്. റെഡും ഈ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നത്. ഇതൊക്കെ ഉടുക്കാറുണ്ട് കേട്ടോ. ഈ സാരി ഉടുക്കാറുണ്ട്. ഇത് ഞാൻ മറ്റേ ജോർജറ്റിൻ്റെ കൂടെ വെക്കേണ്ടതാണ്, ഇടയിൽ പെട്ടുപോയി. ഈ സാരി ഉടുക്കാറുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള സാരിയാണ്, പ്ലെയിൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരികളാണ്. പിന്നെ ഇത് ഏട്ടൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. അമ്മപ്പം ഇല്ല. അപ്പോൾ അമ്മയുടെ സാരി ഇത് ഞാൻ ഉടുക്കാറുണ്ട്. കാരണം നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ്. നമ്മൾ ഉടുക്കുമ്പോൾ ബോഡിയോട് കൂടെ അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന സാരിയാണ്. ഭയങ്കര നൈസ് ക്ലോത്താണിത്. ഇത് ഞാൻ ഉടുക്കാറുണ്ട് കേട്ടോ. ഇത് ഉടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഇരിക്കാനും നടക്കാനും പണിയെടുക്കും. നമ്മളിപ്പോൾ കിച്ചണിൽ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാരി ഉടുത്താൽ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാറില്ല. കാരണം ഒതുങ്ങി നിൽക്കുന്ന സാരി ആയതുകൊണ്ടേ. ഈ ഒരു സാരി എൻ്റെ അമ്മയുടെയാണേ. ഒന്നിനും കൊള്ളാത്തൊരു സാരി എന്ന് പറഞ്ഞാൽ പറയാം. കാരണം എന്താ അത് പറയാ, മീൻ വല എന്ന് പറയില്ലേ, മീൻ പിടിക്കുന്ന വല, ആ ഒരു ടൈപ്പ്. അതാ വലയാണ്, വല. കാണുന്നുണ്ടോ അത് എൻ്റെ ഫേസ് കണ്ടിടി. ഇത് ഉടുക്കണ വെച്ചാൽ എന്തായാലും സിംഗിൾ ഫീറ്റ് ഇടാൻ പറ്റില്ല. ഉടുത്താലും ഒതുങ്ങി നിൽക്കില്ല, അതെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഈ സാരി ഉടുക്കാറ് പോലും ഇല്ല കേട്ടോ. ഇതിൻ്റെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. എല്ലാ സാരി ഞാനിങ്ങനെ കുഴച്ച് മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ സാരി കുറേ വർഷങ്ങളായിട്ടുള്ള സാരിയാണ്. എനിക്ക് തോന്നുന്നു സാരിയൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട്, സാരി നമ്മൾ പണ്ടൊന്നും അങ്ങനെ സാരി ഉടുക്കില്ലല്ലോ. സാരി ഉടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നോക്കിയിട്ട് സാരി അങ്ങനെ ഉടുക്കാറില്ല. അപ്പോൾ സാരിയൊക്കെ ഏകദേശം ഉടുക്കണം എന്ന് തോന്നിയ ഒരു സമയത്ത് ഏതോ കാലത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അത്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഉടുത്തിട്ടൊന്നുമില്ല. ബ്ലൗസും ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഈ പിങ്കും ഇങ്ങനെ തിക്ക് ബോർഡറിൽ തന്നെയാണ് ബ്ലൗസും വരാറുള്ളത്. അതിൻ്റെ ബ്ലൗസും ഇപ്പോൾ ടൈറ്റായിട്ട് അതൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഈ സാരി വളരെ പഴയ സാരി കേട്ടോ. ഇത് ഞാൻ ഉടുക്കാറ് പോലും ഇല്ല. ഇത് അമ്മയുടെയാണോ തോന്നുന്നു, എൻ്റെ അമ്മയുടെ സാരിയാണോ തോന്നുന്നു. ഇതൊക്കെ ഒരു പഴയ മോഡലല്ലേ. ഇത് ഇങ്ങനത്തെ വർക്കൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഉള്ളിൽ ഈ ഡാർക്ക് ബ്ലൂ ഉള്ളത് കൊണ്ട് ഓക്കെ, കുറച്ച് ഭംഗിയുണ്ട്. ഇതും ഞാൻ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കൊടുത്ത സാരിയാണ് കേട്ടോ അത്. ഈ സാരി, ഈ സാരി, ഇത് ഒക്കെ ടിക്ടോക്കിൽ ഉടുത്തതാണ്. അപ്പോൾ വർഷങ്ങൾ കുറേ ആയി. അപ്പോൾ ഈ സാരി അങ്ങനെ ഉടുത്തില്ല കേട്ടോ. ഒരു ഒതുക്കൂല്ലാതെ ഞാൻ സാരിനെയൊക്കെ വലിച്ചു വാരി ഉണ്ടെന്ന് വിചാരിക്കല്ലേ കേട്ടോ. എന്താ അറിയോ, ഞാൻ മൊത്തത്തിൽ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിക്ക് മടക്കി പെറുക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ സാരി കാണിച്ചിട്ട് എന്താ കാണിക്കുന്നത് നമുക്ക് വലിച്ചു വാരി ഇടുന്നുണ്ട് വിചാരിക്കല്ലേ. ഇവിടെ ഇട്ടാലും ഞാൻ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല രീതിക്ക് മടക്കി വെക്കാനാണ് കേട്ടോ. ഈ സാരി കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഏട്ടൻ്റെ വീട്ടിൽ കല്യാണ സമയത്ത് അവരവിടെ വാങ്ങി വെച്ച സാരിയാണ്. ഇത് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എനിക്കൊരു ബ്ലൗസ് ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസ് ഉണ്ട്, അത് കീറ പോലും ഇല്ല, ഭയങ്കര ടൈറ്റാണ്. അത് കല്യാണത്തിൻ്റെ ആ സമയത്ത് മേടിച്ചതല്ലേ. ഇതിൻ്റെ ബ്ലൗസ് ഇടാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വർക്കിൽ ഒരു ബ്ലൗസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്ലൗസ് ഇടാറുണ്ട്. അത് ഞാൻ ഈ ബ്ലൗസിൻ്റെ ഈ ബോർഡറൊക്കെ കാണിക്കുന്നത് എനിക്ക് കാണണ്ട, ദൂരെ ആവുമ്പോൾ. പിന്നെ ഈ സാരിയും കുറേ കാലങ്ങളായിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഒരു ഓണത്തിന് വാങ്ങിച്ചതാണ് കേട്ടത്. കാരണം ഇത് നമ്മുടെ കേരള സാരിൻ്റെ ഒരു ലുക്ക്, കേരള സാരി അല്ല പക്ഷെ കേരള സാരിൻ്റെ ഒരു ലുക്ക് കിട്ടുമല്ലോ. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് വർക്കാണ്, എന്നാലും കൂടെ ഗോൾഡൻ ബോർഡറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സെറ്റ് സാരിയുടെ ആ ഒരു ഇത് വരും. അപ്പം ഞാൻ ഏതോ ഒരു ഓണത്തിന്, ഒന്നല്ല ഏതോ കാലത്തൊരു ഓണത്തിന് വാങ്ങിച്ച സാരിയാണ് കേട്ടോ. എൻ്റെ ബ്ലൗസ് വന്നിട്ട് സാരി ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ബ്ലൗസാണ്. ബ്ലാക്കിൽ എന്തോ ഒരു വർക്ക് പോലെ ആയിട്ടുള്ളത്, അങ്ങനെ ഒരു
സാരി കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് എനിക്ക് ഇഷ്ടം. അത് ആ ഒരു സമയത്ത് ബോട്ടനെക്കൊക്കെ ഒരു ഫാഷനായിട്ട് വന്ന സമയമായിരുന്നു ബോട്ടനെക്ക്. അപ്പോൾ ബോട്ടനെക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെനിക്ക് ടൈറ്റായി. പിന്നെ ഞാൻ അതൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പോഴും ആ ബ്ലൗസ് ഇടാറുണ്ട് കേട്ടോ. ഈ സാരി കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഇതും ഉടുക്കാന്ന് വെച്ചാൽ ഇച്ചിരി പാടന്നെയാണ്. ഫുൾ നെറ്റാണ്, കണ്ടില്ലേ? ഉടുക്കാൻ പാടാണ്. നമ്മളിങ്ങനെ കംഫീറ്റൊക്കെ ഇടുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം കാണും. അപ്പോൾ കുറച്ച് പിന്നൊക്കെ ചെയ്തിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഈ സാരി. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ സാരിയാണേ. ഈ സാരി ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണം, സാരിയിലൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് ആദ്യം മനസ്സിൽ വരാറുള്ളത്. സിമ്പിൾ സാരി അല്ലേ. പിന്നെ ഇതിൻ്റെ ഈ ബോർഡർ നല്ല കളറാണ് കേട്ടോ. ബ്ലൗസും ഇത് തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസും എനിക്ക് ടൈറ്റാണ്, കയറുക പോലും ഇല്ല. ബ്ലൗസും സിമ്പിളാണ്. ഈ ഒരു വർക്കിൽ ഈ ഒരു ബോർഡർ വരും. പഴയ മോഡലല്ലേ, അപ്പോൾ അങ്ങനെയാണല്ലോ ബ്ലൗസൊക്കെ വരാറുള്ളത്. പിന്നെ ഈ ഒരു സാരി നമ്മുടെ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ പറഞ്ഞു തന്നെ പറയുന്നത്, സാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ച സാരിയാണ് കേട്ടോ. ഓൺലൈനിലൊക്കെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന ആ ഒരു സമയം തുടങ്ങിയ സമയത്ത് ഒരു സാരി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് നോക്കണം എന്ന് തോന്നിയത് ഈ സാരിയായിരുന്നു. തന്നെ ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാരി. ഇത് വെൽവെറ്റാണ്. നീളവും ഇല്ല, വീതിയും ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു കാലിൻ്റെ ഈ പാതി വരെ ഉള്ളൂ, ഒട്ടും നീളമില്ല. അങ്ങനത്തെ ഒരു സാരിയാണ്. പിന്നെ നമുക്ക് ഉടുക്കാനും പറ്റില്ല. നമ്മുടെ അണ്ടർ സ്കേർട്ടൊക്കെ കംപ്ലീറ്റ് കാണും. അതെ, ഇങ്ങനെയാണ്. ഇതിപ്പോൾ 2 ചുറ്റി വരും. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ 2 ചുറ്റി വരുമല്ലോ, എന്നാലും അണ്ടർ സ്കേർട്ട് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഒട്ടും കണ്ടില്ല, ഇത്രയേ ഉള്ളൂ, കുറച്ച് ഉള്ളിലോട്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാരി ഞാൻ ഉടുക്കാറ് പോലും ഇല്ല. പക്ഷെ ബോഡിയൊക്കെ വരുന്നത് വെൽവെറ്റാണ്. നമ്മുടെ ബാക്ക് വശം ഫുൾ നെറ്റ് ആയതുകൊണ്ട് അണ്ടർ സ്കേർട്ട് ഇവിടെ ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ പഴയ സാരിയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് പഴയ സാരിയാണ്. ഇതൊന്നും എടുക്കാറ് പോലും ഇല്ല. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഒരു പഴയ മോഡലാണല്ലോ ഇത്. വേണമെച്ചാൽ ഉടുക്കാം. കളർ നല്ല കളറാണ്. ഉടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ ബ്ലൗസ് ഇല്ല എന്ന് മാത്രം. ഈ മിന്നലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉടുക്കുമ്പോഴൊക്കെ. പിന്നെ ഈ 2 സാരിയൊക്കെ ഏട്ടൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏതൊക്കെയോ റീലിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഴയ മോഡൽ സാരിയാണല്ലോ, അതിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ കളറൊക്കെ പോയി, ഇത് അരച്ചു പോയി. ഇതൊന്നും നമ്മൾ ഉടുക്കാറില്ല. ജസ്റ്റ് എല്ലാം ഇങ്ങനെ മടക്കി വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സാരിയുടെ ഏകദേശം കഴിയാനായി. ഇനി ഫുള്ള് പട്ടിലോട്ടാണ് കേട്ടോ വരുന്നത്. ഇനി ഫുൾ പട്ടു സാരി. അപ്പം കുറച്ചായിട്ട് കാണിക്കാം. ഇത് പട്ടല്ല. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമ്മ ഒരു 2 വർഷം മുന്നേ ബർത്ത്ഡേക്ക് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന സാരിയാണ് കേട്ടോ. അത് നല്ല സാരിയാണ്. കണ്ടില്ലേ ഇത്? ഇങ്ങനത്തെ ഈ റെഡും വൈറ്റൊക്കെ ആയിട്ടത് നല്ല ഭംഗിയാണ്. ഫുൾ മറൂണാണ്. അതിൽ ഇങ്ങനെയാണ് വരാറുള്ളത്. പിന്നെ ബാക്ക് ആ വർക്ക് കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ വരും. നല്ല കളറാണ് കേട്ടോ അത്. അപ്പം ഈ സാരിയുടെ പല്ലു ഇതാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണോ? നല്ല ഭംഗിയില്ലേ? ഇങ്ങനെയാണ് പല്ലു വരുന്നത്. അടുത്തത് ഈ സാരി നമ്മൾ കഴിഞ്ഞ വെക്കേഷന് നമുക്ക് കല്യാണം ഉണ്ടായിരുന്നു നാട്ടിൽ. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഈ ഒരു സ്റ്റൈൽ സാരി ആ ഒരു സമയത്ത് ഒരുപാട് പേര്, ഏതൊരു കല്യാണം ആർക്ക് എന്തൊരു ഫംഗ്ഷൻ വന്നാലും ഈ ഒരു സാരിയാണ് കാണാറുള്ളത്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം അല്ല, ഇപ്പോഴും ഇത് തോന്നും ട്രെൻഡില്. അയ്യോ, ഇത് ഭയങ്കര ഒരു ട്രെൻഡായിക്കൊണ്ടിരുന്ന സാരിയാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചത് ഒരു യെല്ലോയും ബ്ലാക്കും ഒരു കോമ്പിനേഷൻ, യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ വാങ്ങണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ആ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് പേര് കൊടുത്തത് കൊണ്ട് എനിക്കിങ്ങനെ ഒരു കളറിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാരി കുറേ പേര് ഉടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സാരിയോടുള്ള ആ ഡ്രസ്സിനോടുള്ള ഇഷ്ടം കുറച്ച് കുറയും. അപ്പോൾ പിന്നെ ഞാനത് വിട്ടു, ആ യെല്ലോയും ബ്ലാക്കും കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നാട്ടിൽ കല്യാണം വന്ന സമയത്ത് എടുത്ത സാരിയാണ് അത്. അയ്യോ, ഞാൻ ഉടുത്ത പോണ സമയത്ത് എല്ലാവരും ഇതേ ടൈപ്പ് സാരി തന്നെയായിരുന്നു. ഇത് നമ്മൾ എവിടെ നിന്ന് അറിയാം? വാങ്ങിച്ചത് എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചാണ്.
വെക്കേഷൻ നമ്മൾ എറണാകുളം പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലുലു മോളിൽ നിന്നല്ലാതെ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചാണ്. സാരി കൊള്ളാം. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ കൂടുതൽ പേരും ഈ ടൈപ്പ് സാരി തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇതിങ്ങനെ തന്നെ എടുത്തു വെക്കിട്ടോ, അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. പിന്നെ എൻ്റെ ഇതൊരു സെറ്റ് സാരിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം മറ്റോ വാങ്ങിച്ചതാണ്. വിഷുവിനാണെന്ന് തോന്നുന്നു, വിഷുവിനാണെന്ന് തോന്നുന്നുണ്ട്. സാരി നല്ല സാരി തന്നെയാണ്. കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് കുഴപ്പമില്ല. നമ്മൾക്ക് എന്താ പറയുക, ഓണം, വിഷു അങ്ങനെയുള്ള ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയല്ലേ ഇത്. പിന്നെ ഈ സാരി പഴയ മോഡൽ പട്ടാണ് കേട്ടോ. അതായത് നാട്ടിൽ നമുക്ക് ഏതോ ഫംഗ്ഷന് ചാച്ചൻ്റെ കല്യാണത്തിനുണ്ട് അത്. അതായത് ഏട്ടൻ്റെ അയ്യൻ്റെ കല്യാണ സമയത്ത് എടുത്ത സാരിയാണ്. വലിയ വർഷങ്ങളായി ഇതൊന്നും ഉടുക്കാറ് പോലും ഇല്ല, ബ്ലൗസും ഇല്ല അതിനൊന്നും. അങ്ങനെ കഴിഞ്ഞു വിട്ട എൻ്റെ സാരികളെ മൊത്തം തൂക്കി വെച്ചതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ തൂക്കി വെച്ചതെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 4 കൂടെ ഉള്ളൂ. ഇതോടെ കൂടെ എൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ സെറ്റ് മുണ്ട് കളക്ഷൻസിലേക്ക് ഞാൻ വേറെ ദിവസം ചെയ്യാം കേട്ടോ, സെറ്റ് മുണ്ടിന്റെ. അപ്പൊ ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഈ ഒരു 4 സാരിയാണ്. ഇതെൻ്റെ 4ാം പുറപ്പിളി സാരിയാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ 4ാം പുറപ്പിളി സാരിയാണ്. ബ്ലൗസ് ഇപ്പോഴും ഉണ്ട്, എവിടെയും കയറില്ല. വെറുതെ ഒരു ഭംഗിക്ക് നമ്മുടെ എപ്പോഴെങ്കിലും കാണുമ്പോൾ എൻ്റെ സാരി, എൻ്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ നോക്കാൻ മാത്രം. ഭയങ്കര ടൈറ്റാണ് ബ്ലൗസ്. സാരി നല്ല കളറാണ് കേട്ടോ, ഓറഞ്ച് കളർ സാരി. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരും, ഇപ്പോൾ നാട്ടിൽ നമുക്കിന്നൊരു കല്യാണം വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ഈ സാരി ഉടുക്കണമെന്ന് വിചാരിക്കുകയാണ്. കാരണം കല്യാണ സാരി ഞാൻ ഉടുത്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ സാരി ഞാൻ അങ്ങനെ കല്യാണങ്ങൾക്കൊന്നും ഉടുത്തിട്ടില്ല. അപ്പോൾ ഈ സാരി ഉടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓണത്തിന് നമുക്ക് കല്യാണമുണ്ട്, ബ്ലൗസ് ഇല്ല, അപ്പോൾ ബ്ലൗസ് മാത്രം നമ്മൾ എടുക്കണം. നല്ല സാരിയാണ് കേട്ടോ, അത് ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുക്കാം എൻ്റെ കല്യാണ സാരി പോലെ തൂക്കി പിടിച്ച് കിടക്കേണ്ടതില്ല, അതുകൊണ്ട് ഫുൾ സ്റ്റോൺ ആയതുകൊണ്ടാണ് കേട്ടോ അത്ര വെയിറ്റ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം. ബ്ലൗസ് മാത്രം എടുക്കണം. പിന്നെ കളറ് നല്ല കളറല്ലേ, ഓറഞ്ചും ഗോൾഡനും. അപ്പോൾ ഇതാണ് വേറെ. പിന്നെ എൻ്റെ റിസപ്ഷൻ സാരി വന്നിട്ട് ഫുള്ളത് അങ്ങനെ എന്തിനോ ഞാൻ എടുത്ത സമയത്ത് നിവർത്തിയതായിരുന്നു. ഫുള്ള് ഇങ്ങനെ വിട്ട് വന്നു. അത് എന്താ പറയുക, ബലം കെട്ട് പോയ സാരി. ബലമില്ല ആ സാരി, റിസപ്ഷൻ സാരി ഒട്ടും ബലമില്ല. ഇങ്ങനെ പിടിക്കേ കയ്യിലൂടെ വരുന്നത്. അപ്പോൾ തൊടാതെ മാറ്റി വെച്ചിരിക്കുക. എന്തായാലും റിസപ്ഷൻ സാരി അല്ലേ എന്ന് പറഞ്ഞു. ഇത് കുറേ മുമ്പ് എടുത്തതാണ് കേട്ടോ. സിൽവർ ടിഷ്യൂ സാരിയാണ് ഇത്. ഒന്നുമില്ല, മയിൽപീലിയുടെ വർക്കൊക്കെ ആയിട്ടുള്ളത്. ഫുൾ അങ്ങനെ തന്നെയാണ്. ബ്ലൗസ് വന്നിട്ട് ഇതിന് ബ്ലൗസ് ഇങ്ങനെ വരാമെന്നുള്ളത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് ഇടാറില്ല, സെപ്പറേറ്റ് വേറെ ബ്ലൗസാണ് ഇടാറുള്ളത്, സിൽവർ. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കല്യാണമുള്ള സമയത്ത് ഞങ്ങൾ ഡ്രസ് കോഡ് സെലക്ട് ആക്കിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഞങ്ങളെല്ലാവരും, അമ്മമാരും ഞങ്ങൾ കസിൻസ്, പിള്ളേർ എല്ലാവരും കൂടെ അങ്ങനെ എടുത്തതാണ്. ഈ ബ്ലാക്കും ഇതും കണ്ടു കാണും. ഇത് ആ ഒരു സമയത്ത് ട്രെൻഡായിക്കൊണ്ട് നടന്ന സാരിയായിരുന്നു ഇത്. എവിടെ നോക്കിയാലും ഈ ഒരു സാരിയായിരുന്നു. ഇതിങ്ങനെ സ്ക്വയറിൽ വരുന്ന വർക്കും ബ്ലാക്കും. ഇതിൻ്റെ ബ്ലൂ ഉണ്ടല്ലോ, ബ്ലൂ ഉണ്ട്. അപ്പോൾ ഡ്രസ് കോഡിൽ വന്നത് ഞങ്ങൾ പെൺപിള്ളേർക്കൊക്കെ ബ്ലാക്കും ഇങ്ങനെ ഗോൾഡൻ റെഡും ആയിരുന്നു. അമ്മമാർക്കൊക്കെ ബ്ലൂ അങ്ങനെയായിരുന്നു കേട്ടോ. ഇത് എല്ലാവരും കണ്ടു കാണും, നിവർത്തി കാണിക്കണം. ബ്രാൻഡില്ലേ ഇങ്ങനെ വരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ നമ്മൾ സാരി തന്നെ മേടിച്ചിട്ട് പട്ടുപ്പാവട തയ്ച്ചു കൊടുത്തായിരുന്നേ. അതായത് അമ്മയുടെ മോളും അങ്ങനെ എൻ്റെ മക്കൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ അവർക്ക്. അപ്പോൾ സ്കേർട്ടിലേക്ക് ഈ ഭാഗം എടുത്തു. ഈ പല്ലുവിൻ്റെ ഭാഗമല്ലേ, ഈ ഒരു ഭാഗം വന്നിട്ട് നമ്മൾ ബ്ലൗസിനായിട്ട് എടുത്തു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ ഒരു സാരി ഇതുപോലെ നമുക്ക് നാട്ടിൽ കല്യാണ സമയത്ത് എടുത്തതാണ്. ഇത് ഉടുക്കാൻ ഭയങ്കര പാടാണ്, ഇത് ഉടുക്കാറില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാക്ക് പോലെ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? ചാക്ക് എങ്ങനെയുണ്ടാവും അതുപോലെയാണ്. ഫുള്ള് ഈ വർക്ക് തന്നെയാണ്. ബ്ലൗസും ഇതേപോലെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസ് വരാറുള്ളത്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഈ പ്ലെയിനിൽ
വർക്കില്ല തോന്നുന്നു, എനിക്ക് മറന്നുപോയി. വർക്ക് ഉണ്ട് സൈഡിൽ കൈൻ്റെ അവിടെ. ആ സൈഡിൽ വർക്കുണ്ട്, ഒരു ലൈന് പോലെ കേട്ടോ. ഈ വർക്കല്ല വരുന്നത്, ഈ പ്ലെയിനിൽ ഒരു കുഞ്ഞ് ലൈൻ പോലെ ഗോൾഡൻ വരുന്നുണ്ട്. സാരി കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ. ഇനി ഉണ്ടോ നോക്കട്ടെ എനിക്ക്. ആ ഒരു സാരി കൂടി ഉണ്ട് കേട്ടോ. ഇതോടുകൂടെ കഴിഞ്ഞു. ഇതെന്താ ഷോളാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് ഷോളല്ല, സാരിയാണ്. കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഷോൾ ഇങ്ങനെ ഇട്ട് പോകുന്നത് പോലെ പോവാം. ഇത് ഉടുത്തിട്ട് ഭയങ്കര ബോറായിരുന്നു. ഏട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് നീ ഉടുക്കണ്ട, മൊത്തം കാണുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് അല്ലേ, മൊത്തം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സാരി നല്ല സാരിയാണ്. ഉടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, വേണ്ടില്ല, ഇത്രയേ ഉള്ളൂ, നീളവും വീതിയൊന്നുമില്ല. സാരിയുടെ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. യെല്ലോയിൽ കുഞ്ഞു ബോർഡർ, വേണ്ടി യെല്ലോയിൽ കുഞ്ഞു ഗോൾഡൻ ബോർഡർ. റെഡ് സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഞാൻ അതിൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. നല്ല സാരി തന്നെയാണ്. ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി ഉടുക്കാൻ പറ്റുമോ നല്ലോണം ഉടുത്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതേ എൻ്റെ സാരി എല്ലാം ഞാൻ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ഇതാണ്ടില്ലേ, മൊത്തം വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം പെറുക്കി വെക്കണം, നല്ല രീതിക്ക് മടക്കി ഒതുക്കി വെക്കണം. കുട്ടികളെയൊക്കെ വിളിക്കണം. ആദ്യം ഒന്ന് സഹായിക്കാൻ പാടി. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് മടക്കണ്ടേ? വാ, ഏട്ടനെയും കൂടെ വിളിക്കണം. വീഡിയോ എടുത്ത് കഴിഞ്ഞു. TV സൗണ്ട് കുറയ്ക്കും. എന്താ റിവ്യൂസ് കഴിഞ്ഞില്ലേ? എത്ര ദിവസം കൂലി റിവ്യൂസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. സാരിയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യോ മടക്കാനായിട്ട്? മിന്നു ഹെൽപ്പ് ചെയ്യോടി. അപ്പോൾ നമ്മൾ ഇന്നലെ കൂലിക്ക് പോയായിരുന്നു കേട്ടോ. നമ്മുടെ ഷോ വന്നിട്ട് രാത്രി 11 മണിക്കാണ് നമ്മൾ വീടെത്തിയത്. പുലർച്ചെ 3 മണിക്കാണ് വീടെത്തിയത്. നല്ല പടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ഇന്നലെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നുണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിരിക്കുന്നത് അല്ലേ ചേട്ടാ? എന്തിനാണ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത്? അല്ല, എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? നെഗറ്റീവോ പോസിറ്റീവോ എന്തും പറയുന്നവർക്ക് പറയാം. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. നല്ല പടം തന്നെയാണ്. പൊതുവേ ഞാൻ ഏതൊരു സിനിമ കണ്ടാലും കൊള്ളില്ല എന്ന് പറയില്ല കേട്ടോ. എനിക്ക് പൊതുവേ എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കൂലി. സാരിയുടെ കഴിഞ്ഞപ്പോൾ സിനിമയെ കുറിച്ചായില്ലേ, കുഴപ്പമില്ലല്ലോ അല്ലേ? സൗബിനെ കുറിച്ച് പറയണ്ടല്ലോ, തകർത്തു എന്ന് പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. പാവ ഏട്ടൻ നോക്ക് സാരി മടക്കാൻ സഹായിക്കുന്നത്. ഇത് സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ, ആൾ തന്നെ എണീറ്റ് വന്നാണേ. സാരി മടക്കാൻ ഞാൻ ഏട്ടനോട് പറഞ്ഞല്ല. ഞാൻ കൂലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഏട്ടനെ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു. പിന്നെ ആളെ കാണാനില്ല. അപ്പം നോക്കുന്നു സാരി മടക്കാൻ വന്നതാണ്. പാവൻ്റെ ഏട്ടൻ കണ്ടില്ലേ, നോക്കും സാരിയൊക്കെ നല്ല വൃത്തിക്ക് മടക്കി തരും അല്ലേ ചേട്ടാ? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. കാരണം ഞാൻ 5 മാസമേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. പോരാത്തതിന് ഇപ്പോൾ കുറച്ചായിട്ട് യൂട്യൂബ് ഭയങ്കര ഡൗണും ആണ്. അപ്പം നമ്മുടെ ചാനൽ കുറച്ചൊന്ന് ചത്ത് കിടക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ ലോങ് വീഡിയോസൊക്കെ ഒന്ന് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.